നമ്മൾ ചെയ്യാൻ പോകുന്നത് Tres Leches കേക്കാണ്. Tres Leches എന്ന് വെച്ചാൽ 3 മിൽക്ക് കേക്ക്. ഇതൊരു സ്പാനിഷ് വേർഡാണ്. പലർക്കും അറിയാമായിരിക്കും, കാര്യം ഇതിപ്പോൾ നല്ല ട്രെൻഡിങ്ങിൽ നിൽക്കുക. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇതൊരു സ്പാനിഷ് വേർഡാണ്. ഇതിൻ്റെ മീനിങ് 3 മിൽക്ക്, Tres Leches 3 മിൽക്ക്. ഇത് പ്രിപ്പയർ ചെയ്യുന്നത് 3 തരം പാലിൽ ഒരു നോർമൽ സ്പഞ്ച് കേക്കിനെ സോക്ക് ചെയ്തിട്ടാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ 3 മിൽക്ക് കേക്ക് എന്നറിയപ്പെടുന്നത്. അപ്പോൾ നമുക്കിനി റെസിപ്പിയിലോട്ട് കിടക്കാം. കേക്കിന് വേണ്ടുന്ന സാധനങ്ങൾ: 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 നുള്ള് ഉപ്പ്, 1/4 കപ്പ് പാല്, 5 മുട്ടയുടെ വെള്ള, 3 മുട്ടയുടെ മഞ്ഞ, 1/2 കപ്പ് പഞ്ചസാര, 1 ടീസ്പൂൺ വാനില എസൻസ്, 2 ടേബിൾ സ്പൂൺ ഓയിൽ. ഇനി മൈദയും ബേക്കിംഗ് പൗഡറും ഉപ്പും കൂടിയിട്ടൊന്ന് അരിച്ചു മാറ്റി വയ്ക്കണം. ഇനി മുട്ടയുടെ വെള്ള ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇതൊന്ന് പതഞ്ഞു തുടങ്ങുമ്പം ഇതിലേക്ക് ഷുഗർ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്നും കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇതിലേക്ക് എഗ് യോക്സ് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്യണം. ഇനി ഇതിലേക്ക് വാനില എസൻസും ഓയിലും പാലും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി അരിച്ചു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് ഇട്ട് കൊടുത്തിട്ടൊന്ന് കട്ട് ആൻഡ് ഫോൾഡ് ചെയ്തെടുക്കണം. ഞാൻ എടുത്ത മിക്സിംഗ് ബൗൾ ഇച്ചിരി ചെറുതായി പോയി, അതുകൊണ്ടൊരു വലിയ ബൗളിലേക്ക് മാറ്റിയിട്ട് ഇനി മിക്സ് ചെയ്യാം. ഇനി ബേക്ക് ചെയ്യാനുള്ള പാത്രത്തിൽ ഓയിലോ ബട്ടറോ എന്തെങ്കിലും കൊണ്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ കേക്ക് ബേക്ക് ചെയ്തതിന് ശേഷം ഇതിൽ നിന്ന് പുറത്തെടുക്കാതെയാണ് നമ്മൾ ഫ്രോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഏതെങ്കിലും ഓവൻ സേഫ് ആയിട്ടുള്ള ഏത് പാത്രം വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി ഓവൻ പ്രീഹീറ്റ് ചെയ്തിട്ട് 170 ഡിഗ്രി സെൽഷ്യസിൽ 35 to 40 മിനിറ്റ്സ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. ഇതിനെ ആ സമയം കൊണ്ട് നമുക്ക് കേക്കിൽ ഒഴിക്കാനുള്ള ആ മിൽക്കിൻ്റെ മിക്സ്ചർ ഒന്ന് റെഡിയാക്കി വെക്കണം. 1 ഇവാപ്പറേറ്റഡ് മിൽക്ക്, 2 ഫ്രഷ് മിൽക്ക്, 3 കണ്ടൻസ്ഡ് മിൽക്ക്. ഇത് 3ഉം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് കേക്ക് സോക്ക് ചെയ്യാനായിട്ട് ഒന്ന് വെച്ചേക്കണം. $35 മിനിറ്റ്സ് ആയപ്പോഴേക്കും കേക്ക് റെഡിയായി. ഇതൊന്ന് തണുത്തതിന് ശേഷം ഇതുപോലൊരു ഫോർക്കോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ യൂസ് ചെയ്തിട്ട് നിറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കണം. പാലൊഴിക്കുമ്പം ഇതിനകത്തേക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന മിക്സർ ഒഴിച്ചു കൊടുക്കാം. ഇത് മുഴുവനും അകത്തോട്ട് നന്നായിട്ട് പിടിച്ചെടുത്തോളും. അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തതിന് ശേഷം ഇതിനെ ഫ്രോസ്റ്റ് ചെയ്യാം. ഞാനൊരു 1 കപ്പ് വിപ്പിംഗ് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുത്തതാണിത്. അത് ജസ്റ്റ് അതിൻ്റെ പുറത്തേക്കൊന്ന് ഫ്രോസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ പുറത്തൊരു വളരെ സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും ഒരു പൈപ്പിംഗ് ഡിസൈനും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് പിസ്ത പൊടിച്ചത് ഇതിൻ്റെ പുറത്ത് വിതറി ഒന്ന് ഗാർണിഷ് ചെയ്തുകൊടുക്കാം. സോ ഞാൻ ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.